വെള്ളം കണ്ട നമ്മളിപ്പോൾ എങ്ങനെ പോകും? ലെഫ്റ്റ് കയറാൻ പറ്റില്ല, റൈറ്റ് കയറിയ റോങ് സൈഡാണ്. രണ്ട് കൽപ്പിച്ച് പോവാം അല്ലേ? ദൈവമേ കാപ്പാത്തുപ്പാ. ഓക്കെ ശരി, ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. നീ പറ. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. ശരി, അപ്പോൾ വ്ളോഗ് ഇറങ്ങിയിട്ടുണ്ട്. സൊമാറ്റോ വ്ളോഗ് വേറെ ഒന്നും ചെയ്യാൻ ഇല്ല. സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യാൻ, ഞാൻ കുറേ പ്ലാൻ ചെയ്ത് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ടൂർ കൊണ്ടുപോകാം. അപ്പം കയ്യിൽ പൈസ ഇല്ല. ആ പൈസ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫാമിലി ടൂറൊക്കെ ഉണ്ട്. കുറേ അടുത്ത് പോകണം പ്ലാനുണ്ട്. പ്ലാനേ ഉള്ളൂ, കയ്യിൽ പൈസയിലാണ് മെയിൻ വിഷയം. കൂടുതൽ ചിലവുണ്ട്, വീട്ടു വാടക, ലോണും കാര്യങ്ങളൊക്കെ അടച്ചു വരുമ്പോൾ കയ്യിൽ പൈസ വരണില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് പോകാത്തത്. അപ്പോൾ എവിടെയെങ്കിലും പോകണം, വെക്കേഷൻ സമയമല്ലേ, പിള്ളേരെ കൊണ്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും പോകും ഉറപ്പാണ്. അപ്പോൾ അതുവരെ ഈ സൊമാറ്റോ വ്ളോഗ് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ സത്യം പറഞ്ഞാൽ സൊമാറ്റോ വ്ളോഗ് കുറേ ചെയ്ത് മടുത്തു പോയി. എനിക്ക് മടുത്ത് സത്യം പറഞ്ഞാൽ. നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞൂടാ, ഞാൻ കുറേ കാര്യങ്ങൾ വ്ളോഗിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് പറഞ്ഞാൽ റിപ്പീറ്റ് ആവുള്ളൂ. അതുകൊണ്ട് പറയാനായിട്ടൊന്നുമില്ല, കാണിക്കാണ്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും വേറെ വഴിയില്ല, ഇത് ചെയ്തേ പറ്റൂ. കാരണം നമ്മളെ കണ്ടിന്യൂറ്റി വേണ്ടേ അല്ലേ, നമുക്ക് വേറെ കണ്ടന്റ് കയ്യില്ല. കണ്ടന്റ് ക്ഷാമമാണ് മെയിനായിട്ട്. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അവിടെ നിൽക്കില്ല, ലോകം മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പൈസ എന്തായാലും വരണം യൂട്യൂബിൽ നിന്ന് റവന്യൂ വരുന്നുണ്ട്. ആ റവന്യൂ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ കഴിഞ്ഞ് പോകാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പുതിയതായിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ എക്സ്ട്രാ വേണം. അപ്പോൾ അതുവരെ സൊമാറ്റോ വ്ളോഗ് കാണും, ഇടയ്ക്കിടയ്ക്ക് ഫാമിലി വ്ളോഗ് കാണും. ഒന്ന് കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല, പോന്നാ. അപ്പോൾ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് ഇത് സൊമാറ്റോ വ്ളോഗ് നമ്പർ 85 ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് എത്ര? ഇപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് 13/5/2024. അപ്പോൾ സമയം എന്ന് പറയുന്നത് 6:15 6 to 10 വർക്ക് ചെയ്യാൻ പോണ സമയം. വേറെ ഒന്നുമില്ല, എത്ര തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. എത്ര നല്ല വൈശൂട്ടി എന്ന് പറയണ്ട? വൈശൂട്ടി ഒന്നും പറയാനില്ല, ഭയങ്കര ഭക്തി. എന്ത് പറ്റി വൈശൂട്ടി? ആരെ ഭക്ത? എന്ത് ഭയങ്കര ഭക്തിയായി നിനക്ക്? എന്ത് പറ്റി പറ. അപ്പനെ മുടി വെട്ടിയേക്കോളൂ, അതിനുണ്ട്. ഇപ്പൊ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട്, വിജയപ്പോലെ ഇട്ടാ. ഇത് മതി, വെയിലിസ് ഒന്നാതെ മുട്ട അടിക്കാനാ? ഇത്രയും പറഞ്ഞപ്പോഴേ ഇങ്ങനെ വെട്ടിയിരിക്കണം. നല്ല വെട്ടാൻ പറഞ്ഞാൽ അങ്ങ് പറ്റിയായിപ്പോ ലാസ്റ്റ്. എന്തായാലും സൈഡെല്ലാം കുറച്ചുകൊണ്ട് ബാക്കും കുറച്ചുകൊണ്ട് വെയിൽ സമയം രക്ഷയിലാവും. കംപ്ലീറ്റ് വേർക്കയില്ല. ഹെൽമെറ്റും കൂടെ വയ്ക്കുമ്പോൾ ഭയങ്കര ഒരുമാതിരി തല ചോദിച്ചിരിക്കും. അതുകൊണ്ട് ഫുള്ള് ബാക്കെല്ലാം പറ്റി അടിച്ചിട്ടുണ്ട്, ഫ്രണ്ട് മാത്രം കുറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. വേറൊന്നും പറയാം. അപ്പോൾ അത്ര വേറൊന്നും പറയാനില്ലല്ലോ, പോകാൻ സമയം കൊണ്ടിരിക്കുകയാണ്. ഓർഡർ അടിച്ചിട്ടില്ല, അപ്പോൾ അവിടെ പോയി നിൽക്കാം. അവിടെ പൂച്ചപ്പുര മെയിൻ റോഡ് പോകാം, അവിടെ പോയി നിന്ന് ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകാം. ഓക്കെ, അപ്പോൾ എന്ത് കഷ്ടം വന്നാലും പറഞ്ഞ് നഷ്ടം വന്നാലും ഓരോ നിമിഷവും കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കം ഓൺ ഗായ്സ്, കട്ടാക്കി നിൽക്കണം. ബാ 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 ബാ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കം ഓൺ ഗായ്സ്, കട്ടാക്കി നിൽക്കണം. ഓക്കെ, അപ്പം ബാഗിനകത്തെല്ലാം വെച്ചിട്ടുണ്ട്. റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം, പിന്നെ കഴിക്കാൻ വെച്ചിട്ടില്ല. അതെന്തായാലും പോകുന്ന വഴി നോക്കാം, എന്തെങ്കിലും വിശക്കണം കഴിക്കാൻ വാങ്ങിച്ചല്ലേ. ഓക്കെ, വണ്ടി ബാക്ക് വരട്ട്. പോയിട്ട് രാമേ, ടാറ്റാ ബൈ ബൈ, സീ യു. ടാറ്റാ. ഓക്കെ ടാറ്റ. ഓക്കെ, സൂപ്പർ അല്ലേ, ക്ലൈമറ്റ് അടിപൊളിയായി. ക്ലൈമറ്റ് മാറിയണ്ട ഒറ്റയടിക്ക്. ശരി, പോയിട്ട് രാമേ. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. മുകളിലുണ്ട് ആകാശം നല്ല മഞ്ഞ കളറിൽ. നല്ലൊരു മഴ ഉണ്ടായിരുന്നു. നല്ല മഴയല്ല, സാധാ മഴ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, തണുപ്പടിച്ച് നല്ല ചൂട് മാറിക്കെട്ടി സുഖം. ഇതാണ് നമ്മൾ ആഗ്രഹിച്ചല്ലേ. ഈ ഒരു ക്ലൈമറ്റ് മതി, ഇത്ര തന്നെ, ഇത്രയേ ഉള്ളൂ. കൂടുതൽ മഴയൊന്നും വേണ്ട, ചൂട് മാറിക്കെട്ടണം, അത്ര തന്നെ. സുഖമായിട്ട് ഉറങ്ങണം. വേണ്ട, മുകളിലുണ്ട് ആകാശം നല്ല യെല്ലോ കളറിൽ സൂപ്പറായിരിക്കണം. വാ ഒരു സൂപ്പർ വൈബ് അല്ലേ. സത്യം പറയല്ലേ, ഈ വൈബിൽ ടൂർ പോകണമല്ലോ, എങ്ങോട്ടെ ലോങ് അല്ലേ. പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. കയ്യിൽ 5 പൈസ ഇല്ല, അതാണ് വിഷയം. പൈസ സെറ്റ് ആവട്ടെ, നോക്കിയാൽ ഇപ്പോൾ ടൂറല്ല നമ്മൾ പോണതല്ലേ. ഒരു വൈബിൻ്റെ ഒരു ചാകരായിരിക്കും. ആ ലെവലായിരിക്കും നമ്മൾ ടൂർ പോകുന്നത്. അതുകൊണ്ട് ഫാമിലി ടൂറുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ടൂറുണ്ട്, അങ്ങനെ കുറേ ടൂറൊക്കെ പ്ലാനുണ്ട്. എന്തായാലും എല്ലാം പ്ലാനിൽ വെച്ചിട്ടുണ്ട്. ആ പൈസ ഒന്ന് ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ പോവാം, വേറെ വിഷയമൊന്നുമില്ല. ശരി, എല്ലാം ശരിയാവും അല്ലേ. പൈസയല്ലേ വിഷയം അല്ല എല്ലാവർക്കും. നമുക്ക് സന്തോഷം ഇഷ്ടം പോലെ ഉണ്ട്, കയ്യിൽ പൈസ ഇല്ല. ചിലരുടെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, സന്തോഷമില്ല അല്ലേ. ഓക്കെ, നമ്മളങ്ങനെ പൂജപ്പുരത്തി ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. മസ്തീസ് റെസ്റ്റോറൻ്റാണ്. റീച്ച്ഡ് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം. തിരുമല പോകണം, വണ്ടി അപ്പുറത്തും വയ്ക്കണം. എന്നാ വെയിറ്റ് ചെയ്യണം, ഒന്ന് കയറി പിക്കോട്ട്. ഓക്കെ, ഫുഡ് റെഡി ആയിട്ടുണ്ട്. 9933. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. അള്ളതാര് സുജിത്ത് സുഖമാണോ? ഇവിടെ ഓർഡർ അടിച്ചാ?
പൂജപ്പുര തന്നെ ഫസ്റ്റ് ഓർഡർ അടിച്ചേ ഉള്ളൂ. ഇപ്പം ഇപ്പോൾ ഇറങ്ങിയോ? ഞാൻ വൈകിട്ട് ഇറങ്ങും പറഞ്ഞില്ലേ. ഞാൻ പോട്ടാ അപ്പം ഓർഡർ അടിച്ച് തിരുമല പോകണം. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം കാശ്. പറ, ക്യാമറ ഓണാണ്. വ്ളോഗ് കണ്ടില്ലേ? ക്യാമറ കണ്ടില്ലേ? പറ കുഴപ്പമില്ല, ലൈഫ് അടിച്ച് പൊളിക്കണം. അത്ര തന്നെ കട്ടാക്കി നിൽക്കണം അല്ലേ? ഓക്കെ ശരി പോടാ. ഓക്കെ അപ്പോൾ പോന്നാ. ഓക്കെ ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തിരുമലയാണ്. ഇവിടെ 2.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഷവർമ റോൾ, കുബൂസ് 2 കുബൂസ് ഷവർമ റോളാണ്. മണി ഇപ്പോൾ കറക്റ്റ് 6:40 ആയിട്ടുണ്ട്. നല്ല ട്രാഫിക് ബ്ലോക്കാണ് പൂജപ്പുര ഭാഗത്തൊക്കെ. ഓഫീസ് ടൈമല്ലേ, നല്ല ബ്ലോക്കാണ്. നേരത്തെ ബ്ലോക്കിലായിരുന്നല്ലോ ഞാൻ ഇറങ്ങിയപ്പോൾ, പെട്ടെന്ന് തന്നെ ബ്ലോക്കായി. അങ്ങനെയാണല്ലേ പിടിച്ച ആട്ടോക്കാരനും ബൈക്ക്. ജസ്റ്റ് മിസ്. പയ്യക്കാർ ഇപ്പോൾ വാ. ബസ് സ്റ്റോപ്പല്ലേ? ഇവിടെ ബസ് സ്റ്റോപ്പല്ലേ കൃത്യം പറഞ്ഞാൽ. ശരി കുഴപ്പമില്ല, അവരവരെ കാര്യം നോക്കണം, നമുക്ക് നമ്മളെ കാര്യം നോക്കണ്ടേ. ഇപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്, നല്ല തണുപ്പുണ്ട്, ചൂടൊക്കെ മാറിക്കെട്ടി. ഇനി ഇതിങ്ങനെ പോകും ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ. ഇന്ന് നല്ല മഴയുണ്ട്, ഇന്നലെയും കുറച്ച് മഴ ഉണ്ടായിരുന്നു. നല്ല മഴയല്ല, സാധാ മഴ ഉണ്ടായിരുന്നു. ആ മഴ കാരണം കുറേ തണുപ്പുണ്ടായിരുന്നു. ആ തണുപ്പ് കാരണം നല്ലപോലെ ഉറങ്ങാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ഈ തണുപ്പ് ഈ മാസം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ സുഖമായിട്ടിരിക്കാം. കാരണം മെയ് മാസം നല്ല വെയിലുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ജൂണല്ലേ, പിന്നെ ജൂൺ ജൂലൈ മഴ തുടങ്ങും, പിന്നെ തണുപ്പ് കൂടിക്കോളും. പിന്നെ പ്രളയം, അതാണ് ഏറ്റവും വലിയ വിഷയമുള്ള കാര്യമല്ലേ, പ്രളയമാണ്. അതിൽ പറഞ്ഞത് ചൂട് സമയത്താണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, മഴ സമയത്താണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ. എല്ലാ പ്രശ്നങ്ങളും എപ്പോഴും കൂടെ കാണുമല്ലേ. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് ശീലിക്കുക, അത്ര തന്നെ. വേറെ എന്ത് പറയാം. ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്, കുശക്കോട് കോവിൽ അല്ലേ, കുശക്കോട് കോവിൽ. പക്ഷേ അല്ല, ലൊക്കേഷൻ എത്താറായി. ഇവിടെ 500 മീറ്റർ ദൂരമേ ഉള്ളൂ. മന നെഞ്ചിൽ മനതിൽ ലക്ക 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 പുല്ലാങ്കുഴലിൽ. റൂട്ട് മാറിപ്പോയല്ലോ. അയ്യോ, കുശക്കോട് കോവിൽ പറഞ്ഞത് ഞാൻ അതിൽ ഇതുവഴി കയറിയത്. വേറെ വഴിയുണ്ടോ നോക്കട്ടെ ഒരു മിനിറ്റ്. തിരുമലയിൽ അതുവഴി പോകണമായിരുന്നാ. അപ്പോൾ ഇതുവഴി വഴിയില്ല. ഞാൻ ഈ കുശക്കോട് കോവിലുണ്ടപ്പോൾ ഇങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ വീട് അപ്പുറത്താണ് പറഞ്ഞത്, വേറെ വഴി കൂടെ. ഇതുവഴി വഴിയുണ്ടോ? റൈറ്റ് കയറിപ്പോയി കഴിഞ്ഞാൽ വഴി കാണോ? കയറി നോക്കാം അല്ലേ, ഭൂമി ഉരുണ്ടതല്ലേ അല്ലേ, വഴി കാണും എവിടെങ്കിലൊക്കെ. ശരി വാ, ചുമ്മാക്കാരെ നോക്കാം. ഇതുവരെ പോകുന്ന അറിഞ്ഞൂടാ, ഡൗട്ടാണ്. കാണുമായിരിക്കും അല്ലേ? അത് തന്നെ വഴിയുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ. റൂട്ടാണ്, വഴിയൊന്നുമില്ല. ഇവിടെയൊക്കെ വരണമെന്ന് വിധിയുണ്ട്, അതുകൊണ്ട് വന്ന് നമ്മൾ അല്ലേ. ഇതാണ് യഥാർത്ഥ വഴി. എന്ത് ചെയ്യാൻ അല്ലേ, മാപ്പ് നോക്കാതെ പോയ കുഴപ്പമാണ്. എല്ലാ പ്രാവശ്യം മാപ്പ് മിസ്റ്റേക്ക് ചെയ്യും, പ്രാവശ്യം നമ്മൾ മിസ്റ്റേക്ക് എത്ര തന്നെ അല്ലേ. ഓക്കെ അവിടെയാണ്. അതുവഴി വരാൻ പറ്റുമല്ലേ തന്നെ? ഓക്കെ നടന്നു കയറാൻ പറ്റില്ല ഇവിടെ അല്ലേ? കുഴപ്പമില്ല, എന്തായാലും വഴി പറഞ്ഞല്ലോ. കുഴപ്പമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് മാപ്പ് നോക്കി, പക്ഷേ ലൊക്കേഷൻ അവിടെ കറക്റ്റ് നോക്കിയില്ല. ഓക്കെ താങ്ക് യു. ശരി. ഓക്കെ ഓർഡർ ഡെലിവർ. ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 29 രൂപ 27 പൈസയാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ തിരുമല ലക്ഷ്യം നിൽക്കാം. അടുത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. വാ അല്ലേ. ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ബ്രേക്ക് ടൈം കഫേ. ഇത് ബ്രേക്ക് ടൈം കഫേ ഒരു വലിയ ബ്രേക്കാണ് തരണത് നമുക്ക്. കാരണം സത്യം പറഞ്ഞാൽ നമ്മൾ ടൈം ബ്രേക്ക് ചെയ്യുന്ന ഒരു കഫേയാണ് ബ്രേക്ക് ടൈം കഫേ അല്ലേ. നമ്മൾ ടൈമൊക്കെ അവിടെ ബ്രേക്ക് ആയി പോവുകയാണ്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, നേരത്തെ ഓർഡർ കിട്ടും, ചില സമയത്തൊക്കെ ഇട്ട് താമസിപ്പിക്കും. പോയി നോക്കാം വാ. കമോൺ ഗൈസ്. ഊദാ 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 പൂ, ഊദാ കളറിൽ ഊദാ പൂ. ഓക്കെ റീച്ച് ലൊക്കേഷൻ റെഡി ആയില്ല. 12 മിനിറ്റ് ആവും. ഓക്കെ റെഡി വന്നു. 5836. റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഇവിടെ. എൻ്റെ അമ്മ അത്രയ്ക്ക് വണ്ടിയുണ്ട്. പയ്യെ കയറിപ്പോം വാ. എന്നാൽ പോലീസ് എണ്ണം പറഞ്ഞു വെയിറ്റ് ചെയ്യണം. അത് ഓക്കെ ഇവിടെ എന്തോ സംഭവം കുറ്റിച്ചോളാ മറ്റേ മഴ ഈച്ചയാ. അപ്പോൾ പറയുണ്ടല്ലോ അത്. ഓക്കെ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുന്നപ്പുഴയാണ്. 2.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഷവായ മന്തിയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 7 മണി ആയിട്ടുണ്ട്. ഓക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. മഴ ആയതുകൊണ്ട് ഈ ഒരു പ്രശ്നമുണ്ട് അല്ലേ, കൊതുക് മറ്റേ മഴ ഈച്ച അങ്ങനെയൊക്കെ ശല്യങ്ങളുണ്ട്. ശരി കുഴപ്പമില്ല അല്ലേ, തണുപ്പിന് വേണ്ടി എന്ത് സഹിക്കാം. ആ ലെവലായപ്പം എന്ത് സുഖം അല്ലേ, എ സിക്കകത്ത് പോകുമ്പോൾ അല്ലേ. സത്യം പറഞ്ഞാൽ എ സി കാറിൽ പോകണ ഫീലാണ് ബൈക്കിൽ പോയാലും. അത്ര തണുപ്പുണ്ട്, ആലോചിച്ചു. എന്ത് സുഖം ഇത് കാറ്റ് കൊള്ളുമ്പോൾ. ഓക്കെ പെട്രോൾ അടിച്ചിട്ട് പോവാം. 100. ഓക്കെ അപ്പോൾ പോകാം. അപ്പോൾ ഐശ്വര്യമായിട്ട് പെട്രോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നേരത്തെ പറഞ്ഞ് 2.2 കിലോമീറ്റർ പറഞ്ഞില്ലേ കുന്നപ്പുഴ. 2.2 അല്ല 1.2 ആണ്. അടുത്ത് തന്നെ. ഈ കുന്നപ്പുഴ റോഡ് ഭയങ്കര മോശം കേട്ടോ. ഒന്ന് ശരിയാക്കി കൊള്ളായിരുന്നു. കാരണം മഴ സമയം വരെയാണ്, വെള്ളക്കെട്ടുണ്ടാവും, അതുപോലെ കുണ്ടും കുഴികൾ കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് നന്നാക്കി ഉള്ളായിരുന്നു കേട്ടോ. ഇവിടെ പുഴയാണ് കംപ്ലീറ്റ് ആയിട്ട്, വെള്ളം കെട്ടി കിടക്കാനുണ്ടാ. എൻ്റെ അമ്മോ, ഇവിടെയൊക്കെ ഒന്ന് ശരിയാക്കണം പെട്ടെന്ന്. എവിടെയാണ് കുഴി നിറഞ്ഞൂടാ. പുഷ്പ 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 പുഷ്പ. ഹേയ് എന്തൊരു പാട്ടല്ലേ ഇതൊക്കെ അല്ലേ. ഡാൻസ് കണ്ടാ. ഷൂ എടുത്ത് ഊരി അറിയും, പിന്നെ ഷൂ എടുത്ത് ഇടും. ഇതാണ് ഡാൻസ്. ഇതൊക്കെ രജനീകാന്ത് പണ്ട് ബാബാ സിനിമയിൽ ഇറക്കിയ സ്റ്റെപ്പാണ്, അറിയാമോ? ഓക്കെ ഇവിടെ ലെഫ്റ്റ് ആണല്ലേ. എവിടെ ലെഫ്റ്റ്? ഇവിടെ നിന്നാ. ഓക്കെ
നാനികേനു 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 നാനിനേനു നീ ഇതൊക്കെ പാട്ടുകളല്ലേ, തെലുങ്ക് പാട്ടുള്ള കോമഡി ആയിരിക്കും. ആദ്യം കോമഡിയാവും, പിന്നെ ട്രെൻഡിങ് ആവും. അതല്ലേ വിഷയം. ഇതൊക്കെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അതാണെന്ന് തോന്നുന്നു. ഒരാൾ വെയിറ്റ് ചെയ്യണം നമുക്ക് വേണ്ടിയിട്ട്. ഇവിടെ തന്നെ ഓർഡർ ചെയ്ത് ഇവിടെ തന്നെ ഗോകുലാണോ? ഓക്കെ 738. ഓക്കെ ശരിയാണ്. ഓക്കെ അപ്പോൾ ഇപ്പോൾ കേട്ട ഓർഡർ പേയ്മെൻറ്റ് 25 രൂപ 29 പൈസയാണ്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. 740 വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി 2 rupees വേണ്ടെന്ന് പറഞ്ഞ് അല്ലേ, വേണ്ടെന്ന് പറഞ്ഞില്ല, ഒരു വാങ്ങിക്കാതെ പോയി. സംഭവം ചില്ലറുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും, ചിലർ വേണ്ടെന്ന് പറയും. പ്രാന വെള്ളം കണ്ട നമ്മളിപ്പോൾ എങ്ങനെ പോകും? ലെഫ്റ്റ് കയറാൻ പറ്റില്ല, റൈറ്റ് കയറിയാൽ റോങ് സൈഡാണ്. രണ്ട് കൽപ്പിച്ച് പോവാം അല്ലേ. ദൈവമേ കാപ്പാത്തുപ്പാ. അയ്യോ എവിടെ കുഴിയണം തറഞ്ഞൂടല്ലോ അണ്ണാ. കയറണ പയ്യക്കറി വേണ. അയ്യോ കാല് നനഞ്ഞേട്ടാ, കാലൊക്കെ നനഞ്ഞ്. ഇത്രയും ആഴുണ്ടായിരുന്നാ, കൊള്ളാലോ. ചെറിയൊരു മഴയ്ക്ക് ഇങ്ങനെ ഇനി വരാൻ പോണ മഴയൊക്കെ ഇനി ഈ ലെവലിൽ വെള്ളം വരുമല്ലേ. എൻ്റെ അമ്മോ എന്തൊക്കെ നടക്കാൻ പോകണമെന്തോ. എന്തായാലും എല്ലാവരും റെഡി ആയിട്ടിരുന്നോ, രണ്ടും കൽപ്പിച്ച് നിന്നോ അല്ലേ. വേറെന്ത് പറയാം, ഗവൺമെൻറ്റൊക്കെ ഒരു പരിധി സപ്പോർട്ടേ ഉള്ളൂ. ബാക്കിയിൽ നമ്മളതിലാണുള്ളത്. വെള്ളവും തോണിയൊക്കെ വെച്ച് വിട്ടാത്തിരുന്നോ അല്ലേ. വെള്ളം എപ്പോൾ കയറുന്ന് പറയാൻ പറ്റില്ല. എൻ്റെ കാര്യം കുഴപ്പമില്ല, ഈ ആറ്റിൻ്റെ കരയിലുള്ള താമസിക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അല്ലേ ഈ സമയത്തൊക്കെ. നമ്മളിപ്പോൾ തിരുമലയിൽ നിന്ന് ഇടപ്പഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തിരുമല നിന്നിട്ട് കാര്യമില്ല, കിട്ടുന്ന ഓർഡറൊക്കെ ഡിലേ ആയിക്കണം. അതുമില്ലാതെ ലോങ് അടിച്ചു തരും അങ്ങോട്ടൊക്കെ. നമുക്ക് ഇടപ്പഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ശാസ്തമംഗലം വെള്ളാമ്പലം അങ്ങനെ പോകാം അല്ലേ. ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ദ ഗ്രിൽ വട്ടിയൂർക്കാവ്. ഇവിടെ വട്ടിയൂർക്കാവ് ശാസ്തമംഗലം. ശരി ഓക്കെ അക്സെപ്റ്റ്. പിന്നെ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. എന്ത് പറയാം, അത് പറയേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ചില സമയത്ത് പറയാൻ തോന്നുന്നു, ഒന്ന് പറഞ്ഞേക്കാം. ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നില്ലേ കുറേ കാപറക്കികൾ. അവന്മാർ കാപറക്കണ ജോലിയാണ്, അത് അമ്മ ചെയ്യണില്ല. അമ്മ ചുമ്മാ വീട്ടിൽ കുറ്റി അടിച്ചെന്ന് അമ്മ അച്ഛനെ ചിലവിൽ കഴിയുന്നു. ജോലിക്കൊക്കെ മര്യാദയ്ക്ക് പോയിരുന്നെങ്കിൽ എല്ലാം കാര്യം അറിയാമായിരുന്നു. അപ്പം അങ്ങനെ ആകുമ്പോൾ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ തോന്നില്ല. കാരണം ചുമ്മാ ഇരിക്കുകയല്ലേ വീട്ടിലത് കുറ്റിയടിച്ച്. മറ്റുള്ളവർ അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അത് ഇവന്മാർക്ക് പിടിക്കില്ല. കാരണം ഇവന്മാർ രക്ഷപ്പെടാൻ പോകണില്ല, ഇങ്ങനെ കിടക്കാൻ പോകണം അവസാനം വരയ്ക്കും. അവസാനം വരെ അച്ഛനെ അമ്മയുടെ ചിലവിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഓരോ വീഡിയോയും കണ്ട് അതിനുള്ള കമൻറ്റും കൊടുത്ത് ആവശ്യമില്ലാത്ത സമയം വേസ്റ്റ്. അത്ര തന്നെ. നമുക്ക് റീച്ച് കിട്ടും, കുഴപ്പമില്ല. നമ്മൾ കിടന്ന് വീഡിയോ ഇട്ടിട്ട് പോകും, നമ്മൾ പറയേണ്ട കാര്യം പറയും. അതിലൊരു 80% ആൾക്കാർക്ക് ഓക്കെയാണ്. ഈ 20% ആൾക്കാർക്ക് പിടിക്കില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതങ്ങനെയല്ല, ഇങ്ങനെയാണോ, നിൻ്റെ വിചാരം എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റ് ചെയ്യാൻ പറ്റും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് വിഷയമൊന്നുമില്ല. നമ്മൾ ചില സമയത്ത് നോക്കിയിട്ട് കടന്ന് പോകും, ചില സമയത്ത് റിപ്ലൈ എടുക്കും. അത്ര തന്നെ. അതുകൊണ്ട് ഇത്രയും പറയാനുള്ളൂ. നിൻ്റെയൊക്കെ ടൈം വേസ്റ്റ്. അത്ര തന്നെ. ഞാൻ അതൊന്നും കണ്ടിട്ട് കടന്ന് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് വേണ്ടത് റീച്ച്, റവന്യൂ, പിന്നെ നല്ല നല്ല ഓഡിയൻസ്. അത്ര തന്നെ. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവൻ്റെയൊക്കെ മുമ്പിൽ ജീവിച്ച് കാണിക്കുക, അത്ര തന്നെ അല്ലേ. ഓക്കെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഗ്രിൽ കുഴിമന്തി ആക്കി. അപ്പം കൊള്ളാലോ. എന്നാ വെയിറ്റ് ചെയ്യണ, പറന്ന് വരല്ലേ, പതുക്കെ വാ. തുറസൈഡ് സോഷ്യൽ മീഡിയക്കകത്ത് ഹേറ്റേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പക്ഷെ എൻ്റെ അമ്മോ എന്ത് ചെയ്യാൻ, എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമല്ല. ഓക്കെ എവിടെ ഫുഡ്? 7082. 7082 ഓക്കെ. അങ്ങനെ മൂന്നാമത്തെ ഓർഡർ ഐശ്വര്യമായിട്ട് കൈപ്പറ്റി കഴിഞ്ഞു. ഓക്കെ അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അമ്പലമുക്കാണ്. ഇവിടെ 3 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് കയറി പോകാം അല്ലേ. റൈറ്റ് അല്ലോ, ശരിയാണ്, റൈറ്റ് കയറി പോകാം. അവിടെ ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം സ്പൈസി ഷവർമ, ചിക്കൻ ഷവർമയാണ്. ശ്യാം ഇതാ പോകണം. ഉള്ള ശ്യാമിനെ കാണാൻ പറ്റുമോ നോക്കാം. ശ്യാം അങ്ങോട്ടല്ലേ പോണത്. അണ്ണാന്ന് കയറിപ്പോൾ കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് വെയിറ്റ് ശ്യാമിനെ കാണണം. അതാ പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ ശ്യാം ദാ പോണ്. പഴയ ഗെയിം റോഡ് റാഷ് ഓർമ്മ വേണ്ട, കമ്പ്യൂട്ടർ ഗെയിം അതുപോലെ നമ്മൾ പോവുകയാണ്. ശ്യാമിനെ ഫോളോ അപ്പ് ചെയ്ത് അതൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട് നമ്മൾ. അതൊക്കെയാണ് ഗെയിം അല്ലേ. ഇപ്പോൾ ഇത്രയും ഗ്രാഫിക്സ് ഉണ്ടായിട്ട് പോലും ബോറടിക്കുന്ന ആൾക്കാർക്ക്. പണ്ടൊക്കെ അത്ര ഗ്രാഫിക്സ് കുറവായിരുന്നു അല്ലേ. മാരിയോ ആയാലും, മാരിയോ, കോൺട്ര, ഇതുപോലെ റോഡ് റാഷൊക്കെ ഇഷ്ടംപോലെ കളിച്ച് നമ്മൾ മടുക്കാത്ത ആൾക്കാരാണ് അല്ലേ. എവിടെ ശ്യാം പോയാ? എന്തോരം സ്പീഡ്, ഇലക്ട്രിക് വണ്ടി ഇത്ര സ്പീഡാ. ഓ കൊള്ളാലോ ഭയ, പറന്നു പോയാ. അങ്ങനെ വിട്ടാൽ പറ്റില്ല, പിടിക്കാം പാ. ദാ പോണം. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ് അല്ലേ. എവിടെ വ്ളോഗ് പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞിട്ട് പോ. വ്ളോഗിൻ്റെ അകത്ത് അപ്പോൾ എന്ത് പറയാനുള്ളൂ, പറ എന്തെങ്കിലും പറ. നമസ്കാരം. ടൂർ എന്തായി? പോണ് ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ എവിടെ നിന്ന് പറഞ്ഞേരാ? കന്യാകുമാരിയാണ് പോകുന്നത്. നമ്മൾ 6 പേരുണ്ടല്ലേ. 6 പേര്. 6 പേരുണ്ട്. 2 വ്ളോഗ് പ്രതീക്ഷിക്കാം. 2 വ്ളോഗ് പ്രതീക്ഷിക്കാം. സൂപ്പർ. രണ്ടല്ല, നമ്മൾ എത്ര മാക്സിമം കണ്ടന്റ് അത്രയും ചെയ്യാം. അതെ തന്നെ. അത് രണ്ടെന്ന് പറയാൻ പറ്റൂല ചിലപ്പോൾ. ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ സൂപ്പർ. ഓക്കെ ഒലിവില്ല. ശരി ശരി. ഓക്കെ എനിക്ക് നേരെ അങ്ങോട്ട് അമ്പലമുക്ക് പോകണം. ഞാൻ അവിടെ ബ്ലോക്ക് ആയിട്ട് വഴിക്ക് അറിയാം. ഓക്കെ അപ്പോൾ ട്രിപ്പ് വന്നിട്ട് കന്യാകുമാരിയാണ് പോകുന്നത് അല്ലേ. അടുത്ത മാസം പോവുകയാണ്. കാറിലാണ് പോകുന്നത്. മഞ്ഞുമൽ ബോയ്സ് പോലെ പോവുകയാണ്.
ഇത് പൂജപ്പുര ബോയ്സ്. ആ പൂജപ്പുര ബോയ്സ്. ആ സൊമാറ്റോ ബോയ്സ് എന്ന് പറയും. സൊമാറ്റോ LAPG ബോയ്സ്. LAPG. പഠിച്ച് പഠിക്കുന്ന ഗൈസ് ബോയ്സ്. ആ അപ്പോൾ നമ്മൾ ട്രിപ്പിൽ പോവുകയാണ് അല്ലേ, കന്യാകുമാരിയാണ് പോകുന്നത്. അതുപോലെ നെഗറ്റീവ് സംഭവം നടക്കാനൊന്നുമില്ല, പോകുന്നു എൻജോയ് ചെയ്ത് തിരിച്ചു വരുന്നു അല്ലേ, അടിച്ച് പൊളിച്ചിട്ട് അടുത്ത ദിവസം വരുന്നു അത്ര തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ പറയാം അല്ലേ. അതെ, പിന്നെ വൻ സർപ്രൈസ്. അപ്പോൾ ചെറിയ ട്രിപ്പ്, ബൈക്ക് ട്രിപ്പ് പോകണ്ടേ നമുക്ക് അടുത്ത മാസം പോകാം. ഓക്കെ, ഇപ്പോൾ ഈ മാസം എന്തെങ്കിലും ചെറിയ ട്രിപ്പ് പോകാമായിരുന്നു ബൈക്കിലുണ്ടെങ്കിൽ. താല്പര്യമുണ്ട്, സമയമാണോ അല്ലേ. അണ്ണാച്ചി വന്നതിന് വാതിൽ കൊട്ടും. ആ എല്ലാവർക്കും പിരിവും ലോണൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ അടയ്ക്കാൻ വേണ്ടി ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിളിച്ചാൽ അവർ ആര് കൂട്ടാൻ വിളിക്കും. ശരി, കുഴപ്പം, പിന്നെ വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓർഡർ അടിച്ചത് ഒലീവ് അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. ലൈഫ് അടിച്ച് വിളിക്കണം. കമോൺ. ഓക്കെ, അങ്ങനെ ശ്യാമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ ലൊക്കേഷനിൽ പോകാം, കസ്റ്റമർ ലൊക്കേഷനിൽ. ഇവിടെ റൈറ്റാണ് പോകേണ്ടത്, അമ്പലമുക്കിന് ജംഗ്ഷൻ മുമ്പായിട്ടല്ലേ ഇങ്ങോട്ട്. ഓക്കെ, ഇവിടെ നിന്ന് നേരെ താഴെ പോയിട്ട് ലെഫ്റ്റ് അല്ലേ. ആ കുച്ചിനി മക്കച്ചിനി 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 എന്താണ് വാക്ക്, കറക്റ്റായ വാക്ക് കുച്ചിനി മക്കച്ചിനിയാണല്ലേ. പാട്ടുകൾ കോമഡി ആയിരിക്കുന്നത്, ഇതൊക്കെ എങ്ങനെ വയ്ക്കുന്നത് വരികളുണ്ടല്ലേ. ഓ സമ്മതിക്കണം. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റാ. ശരി ശരി, ലെഫ്റ്റ് പോയിട്ട് പിന്നെ റൈറ്റാ. ഇവിടെ നിന്ന് റൈറ്റ്, പിന്നെ എവിടെ നിന്നാ പോണത്, ഇവിടെ നിന്ന് ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ്. ഇവിടെ നിന്ന് നേരെ പോയാൽ ഇവിടെ വഴിയുണ്ടോ, വിളിച്ചോ കസ്റ്റമർ വിളിച്ചു നോക്കാം. ഓക്കെ, ഇവിടെയാണ് പറഞ്ഞത്, എൻ്റെ അകത്ത് തന്നെ കൺഫേം തന്നെ. ഓ ഇവിടെ ലിഫ്റ്റ് ഉണ്ടോ, സൂപ്പർ, കൊള്ളാമല്ലോ. ചെറിയ അപ്പാർട്ട്മെൻറ്റ് ലിഫ്റ്റ് വെച്ചിരിക്കണം അല്ലേ. ഹെൽമെറ്റ് കൊണ്ട് കയറി കുഴപ്പമില്ല, ഇരിക്കട്ടെ. 2nd floor. അപ്പോൾ ഹായ് സുധീഷ്, ഗുഡ് ഈവനിങ്. സുഖമാണല്ലേ, ഇങ്ങനെ പോണ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ പോകണല്ലേ, ഇവിടെ അല്ലേ. ഓക്കെ, ഗൂഗിൾ പേ ആണോ. ശരി, ഓക്കെ എന്നാൽ ശരി, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 40 രൂപ 28 പൈസയാണ്. അപ്പോൾ നേരെ പോകാം, ബാ. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. എവിടെ, ഇമ്പീരിയൽ കിച്ചൺ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന ആൾക്കാർ, അത് ജീവിതത്തിലായാലും സോഷ്യൽ മീഡിയയിലായാലും, ഇവനെയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സമയം വേസ്റ്റോ, അത്ര തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. സമയം വേസ്റ്റോ, നമ്മളെ ജോലി ചെയ്യാൻ പറ്റാതെ പോകും. അതുകൊണ്ട് നമ്മളെ ഫോക്കസ് നമ്മളെ ജോലിയിലായിരിക്കണം. സത്യം പറയല്ലോ, റീസെൻ്റായിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്കത് വിഷയമില്ല, കാരണം എന്താ പറയുമ്പോൾ നീ ഒന്നുമില്ല, നീ ആരെന്ന് എനിക്കറിയാം. നീ ഫേക്ക് ഐ ഡി ആണ്, എൻ്റെ ഫോട്ടോ ഇല്ല. അപ്പോൾ നീ വന്നിട്ട് ഒരു വൈറസ് പോലെ, നമുക്ക് കമ്പ്യൂട്ടർ വൈറസ് പോലെ. നീ വെറുതെ നമുക്ക് വേണ്ടി സമയം കളഞ്ഞ് നമ്മളെ വീഡിയോ 10 പേര് ഷെയർ ചെയ്ത് നെഗറ്റീവ് കമൻറ്റ് അടിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ആ സമയം കൊണ്ട് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മതി, ഇത്ര തന്നെ അല്ലേ. പിന്നെ ഒരു ഗുണം ബഹുമാനം, കാരണം വേറെ ഒന്നുമില്ല. ബഹുമാനം റവന്യൂ ആണ് നമുക്ക്, അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഫുഡ് റെഡിയായി. 6458. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വരമ്പശ്ശേരിയാണ്. ഇവിടുന്ന് 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ടിക്ക മസാല, ബറോട്ട ആൻഡ് ഷാഹി പനീറാണ്. മണിപ്പോൾ കാരണം 8:20 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു 1.5 മണിക്കൂർ സമയമുണ്ട്. അടിക്കാം ഓർഡർ, ഒരു 4 ഓർഡർ അടിക്കാം. ഇന്നലെയും വരിക സൂപ്പറായിരുന്നു, റെയിൻ സർച്ച് കൊണ്ടായിരുന്നു. 10-700 ഉണ്ടാക്കി 4 മണിക്കൂർ. ആലോചിച്ച് ഇന്നൊരു 500 ഉണ്ടാക്കാൻ പറ്റുമോ, പോയി നോക്കാം, ബാ. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണമല്ലേ. എന്ത് കഷ്ടം വന്നാലും, എന്ത് നഷ്ടം വന്നാലും, എന്ത് വിഷമം വന്നാലും വരും, പലതും വരും. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്, കാണാം. ആരുണ്ട് അവിടെ? ആരുമില്ല അവിടെ. ഹലോ, ആരെയും കാണാനില്ല. എത്തിയേ, സെക്യൂരിറ്റി ആണോ? ഇവിടെ സെക്യൂരിറ്റി ഇല്ലേ? ഓക്കെ, ആരെയും കാണാനില്ല. അപ്പോൾ സമയം കളയണ്ട. ഓക്കെ, മുടി വെട്ടിയപ്പോൾ ആൾ മാറിപ്പോയില്ലേ, ഗുണ്ടാലൊക്കും. ഇങ്ങോട്ട് കൊള്ളാമോ? തീരെ പറ്റായിപ്പോയില്ലേ, കുഴപ്പമില്ല, ഇരിക്കട്ടെ, ചൂട് സമയമല്ലേ. 3A ഇവിടെ തന്നെ, ഇവിടെ അല്ലേ. ശരി, താങ്ക് യു. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 37.90 പൈസയാണ്, പ്ലസ് 50 ടിപ്പുണ്ട്. ടോട്ടൽ 87.90 പൈസ. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, ബാലൻസ് കമലം കിച്ചൺ. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, ബാലൻസ് കമലം കിച്ചണാണ്. പോകേണ്ടത് വഞ്ചൂരാണ്. നമ്മളങ്ങനെ വഞ്ചൂർ പാലം എത്തി. ഇവിടുന്ന് റൈറ്റ് കയറി നേരെ പോയി പിന്നെ റൈറ്റ് അല്ലേ. ഓക്കെ, ഇത് തന്നെ ബാലൻസ് കമലം കിച്ചൺ, ലെഫ്റ്റ് സൈഡിലായിട്ട്. ഇവിടെ വണ്ടി ഒതുക്കിയാലോ, മതി. ഓക്കെ, റെഡിയായി, വാ. നയൻ 9140 9140 9140 9140. ഇതാണെന്നോ, ഇതാ അതിന് 9140. ആ 9140 9040 പറഞ്ഞായിരുന്നല്ലേ. ഞാൻ നമ്പർ എടുത്ത് പറയാൻ കാരണം വേറൊന്നുമില്ല, നമ്മളിങ്ങനെ ചേർത്ത് പറയുമ്പോൾ മാറിപ്പോകും. കറക്റ്റാണ് നമ്പറായിട്ട് പറഞ്ഞാൽ കറക്റ്റായി. ശരി, കുഴപ്പമില്ല. പിക്ഡ് ഓർഡർ.
വണ്ടി വളയ്ക്കാം, ബാക്കിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തമ്പാനൂരാണ്. ഇവിടുന്ന് 1.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന അതിൻ്റെ ഇടിയപ്പം ബീഫ് കറിയാണ്. മണി ഇപ്പോൾ 8:45 മനസ്സിനകത്ത് കുറേ വിഷമമുണ്ട്. അതൊക്കെ വെളിയിൽ പറയാൻ പോയി കഴിഞ്ഞാൽ സെൻറ്റിമെൻ്റ് ആയി പോകും. വേണ്ട അല്ലേ, സെൻറ്റി വേണ്ട, ഓൺലി വൈബ് മതി. അപ്പോൾ എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മൾ അടിച്ച് പൊളിക്കണം വ്ളോഗിൽ പറയണത്. വിഷമങ്ങൾ വരും, ദുഃഖങ്ങൾ വരും അല്ലേ, എല്ലാം നമ്മൾ കണ്ട് മുന്നോട്ട് പോകണം. അതൊക്കെ ലൈഫിലുള്ളത് തന്നെ. ചില സമയത്ത് സഹിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ വഴിയേ ഉള്ളൂ, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക, ആ വിഷമം അനുഭവിക്കുക. അപ്പോൾ അതുപോലത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിനെ കൂടുതൽ ബോൾഡാക്കുകയാണ്. അപ്പോൾ അതൊക്കെ അനുഭവിക്കണം. അതൊരു സുഖമാണ് സത്യം പറയാമല്ലോ. ആ സുഖം അനുഭവിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ അല്ലേ എന്ത് വേദനയാണെന്നുള്ളത്. കുഴപ്പമില്ല, നോക്കാം, ഒറ്റ ലൈഫേ ഉള്ളൂ, ഒരു കൈ നോക്കിയേക്കാം. കമോൺ ഗൈസ്, കട്ടാക്കി നിൽക്കണം. വാ 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 പോനാൽ പോകട്ടും പോടാ, இந்த ഭൂമിയിൽ നിലയായി വാഴ്ന്നവർ യാറിടാ. ഓക്കെ, നമ്മളങ്ങനെ തമ്പാനൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്, മാഞ്ഞാലിക്കുളം. 2 ലെഫ്റ്റ് ഉണ്ട്. ഒന്ന് ശാസ്താംകോവിൽ റോഡ് എന്ന് പറയും, പിന്നെ ഇത് മാഞ്ഞാലിക്കുളം. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ റൂംസ് ഉണ്ട്. ആർക്കെങ്കിലും റൂം ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി. ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. റേറ്റ് എന്ന് പറഞ്ഞുകൂടാ, എല്ലാം 1500-2000 ലെവലിൽ വരുമായിരിക്കും അല്ലേ. ആ ഗ്രൗണ്ട് കഴിഞ്ഞ് റൈറ്റ് എടുക്കണം. മുന്നാൽ 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 വാടാ, മുന്നാൽ മുടിയും തോഴാ. ഈ പാട്ടാണ് എപ്പോഴും മോട്ടിവേഷൻ എനിക്ക്. എന്തെങ്കിലും ദുഃഖം വന്നാൽ ഈ പാട്ട് കേൾക്കും, പിന്നെ എല്ലാം മാറും. എല്ലാ പുകഴും ഇറവൻ ഒരുവനുക്കേ, നീ നദി പോലെ ഓടിക്കൊണ്ടേര്. സൊമാറ്റോ ആണേ, ഫുഡുണ്ട്. നിഷാദൻ ഇവിടെ കൊടുത്തേക്കാൻ പറഞ്ഞു, അറിയാമല്ലോ. ഓക്കെ ശരി. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, സംസം പാളയത്ത്. ശരി ബാപ്പോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 31 രൂപ ഓക്കെ, നമ്മളങ്ങനെ പാളയം എത്തിയിട്ടുണ്ട്. റോഡൊക്കെ സൂപ്പറായിട്ട് അവിടെ അടിപൊളിയായി, ഇപ്പോൾ സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നു. ഓക്കെ, അങ്ങനെ സംസം പാളയം എത്തി. ഇതാണ് സംസം പാളയം, MLA ഹോസ്റ്റൽ അടുത്തായിട്ട്. വണ്ടികളെല്ലാം ഫുള്ളാണല്ലോ ഇവിടെ. വയ്ക്കട്ടാ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, വാ എടുക്കാൻ പോയി. ഓർഡർ റെഡി വന്നു. 9777. ഓക്കെ ഓക്കെ, അപ്പോൾ പോകുന്ന അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പുളിമൂടാണ്. ഇവിടെ 2.7 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഫിഷ് മസാല, പൊറോട്ട, ഫിഷ് മോളയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 9:15 ഇവിടെ സൂപ്പറാണ് അല്ലേ, ഇങ്ങനെ വളഞ്ഞ് പോണത് അല്ല, ഈ റൗണ്ട് ഇങ്ങനെ കിടത്തി വളഞ്ഞ് പോണത്. തീരെ കിടത്തി കളയില്ല, വീഴും ലൈറ്റായിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ അണ്ടർഗ്രൗണ്ട് പോകേണ്ട ആവശ്യമില്ല, ലെഫ്റ്റ് കയറിയാണ് പോകേണ്ടത്. ഇവിടെ സിഗ്നൽ ഓഫ് ചെയ്തല്ലേ. ശരി, പയ്യെ കയറി പോകാം. ബാ, സിഗ്നൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഡേഞ്ചറാണ്. പയ്യെ നോക്കി പോകണം. ലെഫ്റ്റിൽ റൈറ്റൊക്കെ കയറി ഒന്ന് കളയും, ഇടിച്ച് കിടക്കാണ്ട് തന്നെ. ഓക്കെ, അത്ര തന്നെ, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, നമ്മളങ്ങനെ പുളിമൂട് എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്. സിഗ്നൽ ഫ്രീ ആണ്, നമുക്ക് ഫ്രീ ആണ്, പക്ഷേ സിഗ്നൽ അടക്കുകയല്ലേ. അയ്യോ, വണ്ടി ഇങ്ങോട്ട് പോകില്ലേ. ഷേ മൈ ഗോഡ്, ഇവിടെ പൈപ്പ് വർക്ക് നടക്കുകയായിരുന്നു അല്ലേ. ശരി, കറങ്ങി പോകാം. ബാ, ചുമ്മാ ഇല്ല മാപ്പ് കാണിക്കാതെ ഈ റോഡിലോട്ട്. ഞാൻ വലിയ അത് കയറി പോകാൻ വിചാരിച്ചു. നമ്മൾ അഗൈൻ മാഞ്ഞാലിക്കുളം എത്തിയിട്ടുണ്ട്. പുളിമൂട് കാണിച്ചു, പിന്നെ പുളിമൂട് മുകളിലാണ്, അതേ ലൊക്കേഷനാ. അയ്യേ ശരി, കുഴപ്പമില്ല. ക്ലാസിക് സരോവർ. ഓക്കെ, ലൊക്കേഷൻ ഇവിടെ അല്ലെന്നാണ് പറഞ്ഞത്, അപ്പുറത്താണെന്ന്. മാപ്പ് കാണിക്കും, അങ്ങനെ കാണിക്കോളൂ. തൊട്ടപ്പുറത്ത് റൈറ്റ് ആണെന്ന്. സരോവർ എവിടെ അത്? അല്ലേ, വലിയ ഹോട്ടലോ ഇതാണല്ലേ ക്ലാസിക് സരോവർ. ഇവിടെ ആരും ഓർഡർ ചെയ്താൽ വിളിക്കണം. ഹലോ, സൊമാറ്റോ ആണേ. റീച്ച് ലൊക്കേഷൻ ക്ലാസിക് സരോവ. ഓക്കെ ഓക്കെ ഓക്കെ, ഐ എം വെയിറ്റിംഗ്. ദേവാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. കേരള ഹൗസ് ഫാമിലി റെസ്റ്റോറൻറ്റ്. അവിടെ സ്റ്റാച്ചു ഇല്ല. ശരി, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 35 അപ്പോൾ ഇതാണ് ഗാന്ധാരിയമ്മ കോവിൽ ജംഗ്ഷൻ. ഇവിടെ ലെഫ്റ്റ് പോകാല്ലേ. ഇതുവഴി എളുപ്പമായിരുന്നു. ഞാൻ അവിടെ തമ്പാനൂർ പോകേണ്ട ആവശ്യമില്ലല്ലോ അങ്ങോട്ട്. ശരി, കുഴപ്പമില്ല, നമ്മൾ ആ സമയത്ത് അങ്ങനെ പോയി അറിയാം എന്ത് ചെയ്യാൻ. ഓക്കെ, ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് മാറ്റിയാ കേരള ഹൗസ്. ഇടയ്ക്ക് അവിടെ അപ്പുറത്തായിരുന്നു, AKG അവിടെ ആയിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റി തോന്നുന്നു. കേരള ഹൗസ് റെസ്റ്റോറൻറ്റ് ഇത് തന്നെ. ഓപ്പണാണോ? ശരി, ഇപ്പോൾ നോക്കാൻ പോയി. ഓപ്പണാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് മാപ്പ് കാണിക്കുന്നു. ഓപ്പൺ തന്നെ. റെഡി ആയിട്ടില്ല, ചോദിച്ചു നോക്കണം. റെഡി വരും സാധാരണ, എന്നാലും ഡൗട്ട്. റെഡി വരുമല്ലേ? വരുമല്ലോ. ശരി 4859 ഇതേ. ഓക്കെ, ഓർഡർ പിക്ഡ്. അപ്പോൾ ഓക്കെ, പോകാന്നാ. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 9:40 ഇതാണ് ലാസ്റ്റ് ഓർഡർ. മിക്കവാറും നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തിരുമലയാണ്, എൻ്റെ വീടിനടുത്തായിട്ട്. വലിയ കുഴപ്പമില്ല. ഈ ഓർഡർ കൊടുത്ത് ഞാൻ വീട്ടിൽ പോകാം അല്ലേ. സൂപ്പർ, അടിപൊളി. അപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം കേരള ഫ്രൈഡ് ചിക്കനാണ്. ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുമ്പോൾ കൊതിയാണല്ലേ. കോഴിക്കാലെടുത്ത് കടിച്ച് തിന്ന കൊതി എന്ന് പറയുമ്പോൾ. ഒരു മിനിറ്റ്, ഗോ ഓഫ്ലൈൻ ആഫ്റ്റർ ദിസ് ട്രിപ്പ്. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ അടുത്ത് ഓൺലൈനിലാവും, പിന്നെ ഓർഡർ അടിക്കും. അപ്പോൾ ഇന്നത്തെ മെയിൻ മെസ്സേജ് പറയാം. അപ്പോൾ പണം മാത്രമാണ് വലുത്, പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ, പണം ഉണ്ടെങ്കിലേ വിലയുള്ളൂ എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ലോകത്ത്. ചില ആൾക്കാർ അങ്ങനെയല്ല, പണമല്ല വലുത്, ഹ്യൂമാനിറ്റിയാണ് വലുത്. ഒരു മനുഷ്യനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്ന ചില കാര്യങ്ങളുണ്ട്.
അവർക്ക് എപ്പോഴും ലൈഫ് സന്തോഷമായിരിക്കും. അതായത് പണം ഉള്ളവനെ ഞാൻ വില കൊടുക്കുള്ളൂ, പണം ഇല്ലാത്തവനെ വില കൊടുക്കൂല, അവൻ എന്തും പറയാം, എന്ത് വേണമെങ്കിൽ വിളിക്കാം, എടാ വാടാ പോടാ എന്നൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആൾക്കാർക്ക് പണം വേറൊന്നുമില്ല. നിങ്ങൾക്ക് ഇന്ന് പണം കാണും, ഇന്ന് പവർ കാണും, ഇന്ന് കുറേ ഒരു സംഭവം കാണുമായിരിക്കും. പക്ഷേ നിങ്ങൾ വയസ്സാം കാലത്ത് നിങ്ങളൊരു കിടപ്പിലാവുമ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ ഒറ്റ മനുഷ്യർ കാണില്ല, നിങ്ങളെ കൂടെ ആ പണം മാത്രമേ കാണുള്ളൂ. അതായത് പണം വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പലത് വാങ്ങാൻ പറ്റുമായിരിക്കും, പക്ഷേ സ്നേഹം വാങ്ങാൻ പറ്റില്ല. ഇപ്പോൾ പണം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എന്ന് വിചാരം കാണുമായിരിക്കാം, ഒരു സമയത്ത് ആ വിചാരം ഇല്ലാതായി പോകും. ഓരോ ഏജ് കൂടുന്തോറും നമ്മൾ ലോകം കുറേ പഠിക്കുകയാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ് ഇങ്ങോട്ട്. അപ്പോൾ ഒരു 50-60 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു മെച്യൂരിറ്റി ആകില്ല. ആ സമയത്ത് നമുക്ക് തോന്നുന്നത് പണമല്ല സ്നേഹമാണ് വലുതെന്ന് തോന്നും. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ പണം നോക്കാതെ കുറേ ആൾക്കാരെ സ്നേഹിക്കുക, കുറേ ആൾക്കാരെ ബഹുമാനിക്കുക. പണം ഉണ്ടെന്ന് കരുതി ആരെ എന്ത് പറയാമെന്ന് വിചാരം മാറ്റി വയ്ക്കുക ആദ്യം. അതൊരു പന്ന മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ എന്നേക്കാൾ പ്രായം കുറഞ്ഞ കൂടിയ ആൾക്കാരും ശരി ഒരേപോലെ ബഹുമാനിക്കും. അതായത് വലിയ വലിയ രാജാക്കന്മാരും മന്ത്രിമാരും ഭരിച്ച നാടാണ് നമ്മുടെ നാട്. എത്രയോ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അവരൊക്കെ. ലാസ്റ്റ് പോകാൻ നേരത്തെ 5 പൈസ കൊണ്ടുപോകാൻ പറ്റിയില്ല അല്ലേ. എല്ലാവരും സ്നേഹിക്കുക, ബഹുമാനിക്കുക. അതൊന്നും ചെയ്യാൻ പറ്റില്ലുണ്ടെങ്കിൽ ആരെ ഉപദ്രവിക്കാതിരുന്നാലും മാത്രം മതി. ഇതാണ് എൻ്റെ ഒരു മെസ്സേജ്. ഓക്കെ ലൊക്കേഷൻ എത്താറേ. ഇവിടെ ലെഫ്റ്റാണ് പറഞ്ഞത്. ഈ ലെഫ്റ്റിൽ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഓക്കെ ശരി. ഓക്കെ ഓർഡർ ഡെലിവേർഡ്. ലാസ്റ്റ് ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ വണ്ടി വളച്ചോ. ഇനി നേരെ വീട്ടിലോട്ട് തന്നെ, ഇനി വേറെ ഒന്നുമില്ല. ഓക്കെ അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 63.96 ഓക്കെ നമ്മളെ ഇവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 10 മണിയായിട്ടുണ്ട്. ഓ സൂപ്പർ, കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തി. പ്രാവശ്യം വണ്ടി പാർക്ക് ചെയ്യുക, ഗേറ്റ് അടയ്ക്കുക. ഓക്കെ മണി ഇപ്പോൾ കറക്റ്റ് 10:30 മണിയായിട്ടുണ്ട്. കുളിച്ച് ഫ്രഷായി വന്നിരിക്കുകയാണ്, കാപ്പി കുടിക്കാൻ പോവുകയാണ്. ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് റവദോശയും സാമ്പാറുമാണ്. അപ്പോൾ കഴിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് കണക്ക് കാര്യങ്ങൾ തന്നെ പറയണ്ടേ. ഇന്ന് മൊത്തം കിട്ടിയ 7 ഓർഡറാണ്. മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് 414.27 ഇതിനകത്ത് 100 രൂപ ഇൻസെൻറ്റീവ് പ്ലസ് 50 രൂപ ടിപ്പുണ്ട്. പിന്നെ മൊത്തം ഓടി കിലോമീറ്റർ ഒരു 50 കിലോമീറ്റർ ഓടിക്കണം. അത്ര തന്നെ. 10:30 മണിയായി. കാപ്പി കുടിച്ചിട്ട് കുറച്ച് TV കണ്ടിട്ട് കിടന്ന് ഉറങ്ങണം. പിന്നെ നാളെ ജോലിക്ക് പോകണം. വൈശുദ്ധേ പറയണ്ട ഒന്നുമില്ലേ? പോവാനാ? ഹലോ മൈക്ക് ടെസ്റ്റിംഗ് 1 2 3. ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. ശ്രദ്ധിക്കണം പാട്ട്, മറ്റേ പാട്ട്, ഒരു ചൈനീസ് പാട്ട്. ഓക്കെ എന്ത് ചെയ്യാൻ പോണം? മതിയായി, കാപ്പിടി കിട്ടും. എന്താന്ന് പാട്? ക്യാമറ ഓൺ ചെയ്യാൻ പാടില്ല. ശരി കാപ്പിടി. ഒരു വലിയ പീസ് ദോശ എടുത്തിട്ടുണ്ട്. സാമ്പാറിലിട്ട് മുക്കിയിട്ട് സൂപ്പർ പൊളി. ഫേവറേറ്റ് ഫുഡാണ് ഈ റവ ദോശ സാമ്പാർ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പുളിസ് കഴിക്കണം. ലാസ്റ്റ് ഓക്കെ എന്റെയാ വാ. അപ്പോ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും എന്ത് വിഷമം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. ഭയങ്കര സ്ലോ ആയിരിക്കും, കുറച്ച് സ്പീഡ് കൂട്ടും. ഇങ്ങനെ പറഞ്ഞ വിഷമമാവും അവർക്ക്. നല്ല ഹാപ്പി ആയിട്ട് പറഞ്ഞാൽ വൈബ് ആയിരിക്കുള്ളൂ. അപ്പൊ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. പിന്നെ ഒരാൾക്ക് ഹായ് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ജോയൽ ജോബിയാണ് പേര്. അപ്പൊ ജോയൽ ജോബി ഹായ്. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. പറ.